നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കൊച്ചിയിലെ സൈബർ തട്ടിപ്പ് കേസിൽ സൂത്രധാരൻ പിടിയിൽ. സൈബർ പോലീസ് പിടികൂടിയത് കൊൽക്കത്ത സ്വദേശി രംഗൻ ബിഷ്ണോയിയെ. തൃക്കാക്കര NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധ അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി. NCC ഗ്രൂപ്പ് കമാൻഡർക്ക് അന്വേഷണ ചുമതല. ക്യാമ്പ് മറ്റന്നാൾ പുനരാരംഭിക്കും. കട്ടപ്പനയിലെ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാർക്ക് സസ്പെൻഷൻ. നടപടിയെടുത്തത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ. കണ്ണൂരിൽ ട്രെയിനിനടിയിൽ കിടന്ന അത്ഭുത രക്ഷപ്പെടൽ. പന്നേൻപാറ സ്വദേശി പവിത്രനെതിരെ കേസെടുത്ത RPF. വിശദമായി നോക്കാം. തൃക്കാക്കര KMM കോളേജിലെ NCC കേഡറ്റുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ചുമതല. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നടന്ന സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 ദിവസത്തെ അവധിക്ക് ശേഷം ക്യാമ്പ് 26-ന് പുനരാരംഭിക്കും. ഇന്നലെയാണ് NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ പങ്കെടുത്ത 80ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ രക്ഷിതാക്കൾക്ക് KMM കോളേജിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇതോടെ രാത്രി 11 മണിക്ക് രക്ഷിതാക്കളും നാട്ടുകാരും കോളേജിന്റെ ഗേറ്റ് തകർത്ത് ക്യാമ്പസിലേക്ക് പ്രവേശിച്ചു. ഇതിന് നേതൃത്വം നൽകിയ SFI നേതാക്കൾക്കെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മി അടക്കം 10 പേർ പ്രതികളാണ്. നിയമവിരുദ്ധമായി കൂട്ടം ചേർന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് കേസ്. വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് അന്വേഷിക്കാൻ ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ചുമതല. 2 ദിവസത്തെ അവധിക്ക് ശേഷം ക്യാമ്പ് 26-ന് പുനരാരംഭിക്കും. ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു. ക്യാമ്പിൽ ഇന്നും പരിശോധന തുടരാൻ തൃക്കാക്കര നഗരസഭയ്ക്കും ആരോഗ്യ വിഭാഗത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് അയച്ച ഭക്ഷണ സാമ്പിളിന്റെ ഫലം ഉടൻ ലഭിക്കും. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ ട്രെയിനിനടിയിൽ കിടന്ന ആൾക്കെതിരെ കേസെടുത്ത RPF. കണ്ണൂർ പന്നേൻപാറ സ്വദേശി പവിത്രനെതിരെയാണ് കേസെടുത്തത്. അനധികൃതമായി റെയിൽ പാളത്തിലൂടെ നടന്നതിനാണ് കേസ്. ട്രെയിൻ കടന്നു പോകുമ്പോൾ പവിത്രൻ പാളത്തിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. കൊച്ചിയിൽ സൈബർ തട്ടിപ്പിലൂടെ 4.5 കോടി തട്ടിയ പ്രതി പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയായ രംഗൻ ബിഷ്ണോയിയെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രിയോടെ ഇയാളെ കൊച്ചിയിലെത്തിക്കും. കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി സ്വദേശികളായ 2 പേരെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യപ്രതിയിലേക്ക് പോലീസിന് എത്താനായത്. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം. അതേസമയം സാബു തോമസിന്റെ ആത്മഹത്യ നടന്ന് 5 ദിവസം പിന്നിട്ടിട്ടും കേസിൽ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തയ്യാറായിട്ടില്ല. കോഴിക്കോട് 510 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കാളികാവ് പേവുന്തറ സ്വദേശി MA മുഹമ്മദ് ഷബീബാണ് പിടിയിലായത്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ സ്വിഫ്റ്റ് കാറിൽ നിന്നാണ് വാഴക്കാട് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തത്. മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വാഴക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനത്തിനുള്ളിലെ AC-യിൽ നിന്നുള്ള വാതക ചോർച്ചയാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇന്നലെ രാത്രിയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജിനെയും കാസർഗോഡ് സ്വദേശി ജോയലിനെയും കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി കാരവാൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി.
ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബെർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറായ മനോജ് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ്. ഇതേ കമ്പനിയിലെ ജീവനക്കാരനാണ് ജോയൽ. ഏരമംഗലം സ്വദേശി നാസറിന്റേതാണ് വാഹനം. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായി ഒന്നും വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ കരിമ്പനപ്പാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണം ഒരുക്കി ഇന്നതിന് ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയന്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOന്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എന്റെ മരണകാരണം വ്യക്തമാകുന്ന വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. തലശ്ശേരിയിൽ വിവാഹത്തിന് ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങവെയാണ് അപകടം. വടകരയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വഴിയരികിൽ വാഹനമൊതുക്കി AC ഇട്ടുറങ്ങിയപ്പോൾ വാഹനത്തിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് ആ വാതകം ശ്വസിച്ചതാവാം മരണത്തിനിടയാക്കിയെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കോഴിക്കോട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ കോടതി ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും ഷുഹൈബ് ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻസിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ ക്രിമിനൽ കേസുകളിലെ പ്രതിക്ക് വെട്ടേറ്റു. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് സാലിക്കാണ് പരിക്കേറ്റത്. 56 ഗുരുതര പരുക്കുകളുണ്ട്. പരപ്പൻപൊയിൽ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് സാലി. തൃശൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പുത്തൻപള്ളിക്ക് പുറകുവശത്തെ പല്ലൻ വീട്ടിൽ മെറീന, മകൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം ചാത്തിരാംകുളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയെന്ന് പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയായിരുന്നു സംഭവം. KL 02 AK 4587 എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനം കത്തി നശിച്ചു. പുക ഉയരുന്നത് കണ്ട് കാർ യാത്രക്കാർ വാഹനം നിർത്തി ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ബൈപ്പാസ് റോഡിലൂടെ പോവുകയായിരുന്ന കാറാണ് കത്തി നശിച്ചത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട യാത്രക്കാർ പെട്ടെന്ന് കാർ റോഡരികിൽ നിർത്തിയിട്ട് പുറത്തിറങ്ങിയതും കാറിലേക്ക് തീ പടർന്നു. ഉടൻ തന്നെ സമീപവാസികൾ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേന എത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചത്. അപകടത്തോടെ ബൈപ്പാസ് റോഡിൽ അരമണിക്കൂറോളം ഗതാഗതക്കുരുക്കും ഉണ്ടായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് സൗത്ത് പോലീസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ പ്രതിഷേധ സമരത്തിനൊരുങ്ങി പരാതിക്കാരായ കുടുംബം. അടുത്ത ദിവസം മുതൽ തങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളായ സുറുമിയും അനീഷും ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് ആരോഗ്യവകുപ്പ് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. നവംബർ 8-നാണ് സുറുമിക്കും അനീഷിനും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞ് ജനിക്കുന്നത്. ആന്തരികമായും പുറമേയും ഗുരുതര വൈകല്യങ്ങളോട് കൂടിയായിരുന്നു കുട്ടിയുടെ ജനനം. ഗർഭാവസ്ഥയുടെ വിവിധ ഘട്ടത്തിൽ സ്കാനിംഗ് നടത്തിയ ഡോക്ടർമാർക്കും സുറുമിയെ ചികിത്സിച്ചിരുന്ന വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി എന്നിവർക്കെതിരെയും സംഭവത്തിൽ സൗത്ത് പോലീസ് കേസെടുത്തു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ V. മീനാക്ഷിയുടെ നേതൃത്വത്തിൽ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ എല്ലാം പ്രഹസനമായിരുന്നുവെന്ന് കുടുംബം പറയുന്നു.
ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, ആലപ്പുഴ DMO ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല, ആലപ്പുഴ MLA ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഇവരെല്ലാം ആരെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ ഇവരാരെയാണ് സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ പൈസയിൽ നിന്ന്, നികുതി കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ പറഞ്ഞ MLA ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആരോഗ്യ WMCയിലെ ഡോക്ടർമാരായിക്കോട്ടെ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന സാധാരണക്കാരൻ. ഞാൻ 100 രൂപയുടെ ഡീസൽ അടിക്കുമ്പോഴത്തേക്ക് എൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട് അതിൻ്റെ നികുതി. അതുകൂടെ ചേർത്തിട്ടാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് സേവ ചെയ്യേണ്ടവർ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടിക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ കുടുംബത്തിൽ നിന്ന് ടെസ്റ്റുകൾക്ക് പണം ഈടാക്കിയത് വിവാദമായി. ഇപ്പോൾ പോലീസോ വകുപ്പോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ശ്വാസമുട്ടലിനെ തുടർന്ന് നവജാത ശിശു ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ICUവിലാണ്. വൈകല്യം കണ്ടെത്താതിരുന്ന സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ എടുത്ത നടപടി പ്രഹസനം മാത്രമായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. നീതികേടിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ് അനീഷും സുർമിയും. ഇപ്പം നമ്മൾക്ക് വരുന്ന പ്രതികരണ രീതി വെച്ച് മുന്നോട്ട് പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ നിലപാടാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയുടെ വാതിക്കൽ തന്നെ ഞാനും സുർമിയും കുഞ്ഞും കൂടെ സമരത്തിന് തന്നെ പുറപ്പെട്ടു. WMCയുടെ വാതിക്കൽ ഞങ്ങൾക്ക് ഇൻസിഡന്റ് ഉണ്ടായത് WMCയുടെ വാതിക്കലെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നാണ്. ആ ഡോക്ടർമാരെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ നിൽക്കുന്നത്. അനീഷിന്റെയും കുടുംബത്തിന്റെയും ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ മറ്റു പരാതിക്കാരായ റെയിൽവേ സ്റ്റേഷൻ സ്വദേശി വിഷ്ണുവും ആര്യാട് സ്വദേശി ആകേഷുമെല്ലാം ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. തെരുവ് നായ ശല്യം രൂക്ഷമായതോടെ ഒറ്റയാൾ പോരാട്ടവുമായി കൊല്ലം തേവലക്കര സ്വദേശി നജീം കുളങ്ങര. നായയുടെ വേഷം കെട്ടി വീൽചെയർ ഉന്തി കാൽനടയായിട്ടാണ് നജീബിന്റെ പ്രതിഷേധം. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയാണ് സഞ്ചാരം. കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിലാണ് സമരത്തിനിറങ്ങിയത്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ നായയുടെ വേഷം കെട്ടി വീൽചെയർ ഉന്തി കാൽനടയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരം. ഇപ്പോൾ 800 കിലോമീറ്ററോളം സഞ്ചാരം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. തെരുവുനായ്ക്കൾ വരുത്തിവെച്ച അപകടങ്ങളും കടിയേറ്റ ഇരകളുടെ ഫോട്ടോകളും ഫ്ലക്സുകളും വീൽചെയറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളെ ശാസ്ത്രീയമായി വന്ധ്യീകരണം നടത്തുക, നായ്ക്കൾക്ക് സംസ്ഥാനത്തുടനീളം ഷെൽട്ടർ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നജീമിന്റെ പോരാട്ടം. യാത്രയിൽ പഞ്ചായത്തുകൾ കയറിയിറങ്ങി പരാതികളും സമർപ്പിക്കുന്നുണ്ട്. തെരുവുനായ് ശല്യ പരിഹാരത്തിനായി പൊതുജനങ്ങൾ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറും. കൂലിപ്പണിക്കാരനായ നജീം യാത്രയിൽ വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പെട്രോൾ പമ്പുകളിലും കടത്തിണ്ണകളിലുമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്നാണ് യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നജീമിന്റെ മറുപടി. നജീമിന്റെ പോരാട്ടത്തിന് ഭാര്യ സലീനയുടെയും മക്കളായ ഷാനുവിന്റെയും ഫാത്തുമയുടെയും പിന്തുണയുമുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂർ ചെമ്പൂക്കാവ് എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്തു. 12 മദ്യക്കുപ്പികളാണ് കണ്ടെടുത്തത്. തൃശൂർ റേഞ്ച് CI അശോക് കുമാറിന്റെ വാഹനത്തിൽ 42,000 രൂപയും ഓഫീസിൽ നിന്ന് 32,000 രൂപയും പിടിച്ചെടുത്തു. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി തലസ്ഥാനത്തെ പ്രമുഖ ദേവാലയങ്ങൾ. പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആകും ചടങ്ങുകൾ. രാത്രി 11:30ക്കാണ് ഇവിടെ പിറവി ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായി രാത്രി 8 മണിക്കാകും ചടങ്ങുകൾ. ലൂർദ് ഫെറോന പള്ളിയിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനാകും. കർദിനാളായി നിയുക്തനായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തുന്ന മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ രാത്രി 10:30 ലൂർദ് പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്നാകും തിരുനാൾ കർമ്മങ്ങൾ ആരംഭിക്കുക. ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്തും ആട്ടിടയന്മാരും കിരീടം വെച്ച രാജാക്കന്മാരും കാഴ്ചക്കാർക്ക് അത്ഭുതമായി കൊച്ചി ഇടപ്പള്ളിയിലൊരുങ്ങിയ ബത്ലഹേം. പോണേക്കര സ്വദേശി ജിബിയുടെ വീട്ടിലെ പുൽക്കൂട് ശ്രദ്ധേയമാവുകയാണ്. ഇടപ്പള്ളി പോണേക്കര ജിബിയുടെ വീട്ടിലെ ഒരു വാതിൽ തുറന്നാൽ എത്തുന്നത് ബത്ലഹേമിലേക്കാണ്. യേശു പിറന്ന ബത്ലഹേം മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ.
കോവിഡ് കാലം ഉൾപ്പെടെ 3 വർഷം ഒഴിച്ചു നിർത്തിയാൽ ജിബി എല്ലാ വർഷവും പുൽക്കൂടൊരുക്കും. 7ാം ക്ലാസ് മുതൽ തുടങ്ങിയ കൗതുകമാണ് ഈ ക്രിസ്മസിനും മുടക്കം വന്നില്ല. സഹായത്തിനായി ഇപ്പോൾ മകനുമൊപ്പമുണ്ട്. പുൽക്കൂട് നമ്മൾ ഒരു 7ാം ക്ലാസ് മുതൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു 18-20 വയസ്സൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ഡെവലപ്പിലോട്ട് ആരംഭിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 35 വർഷത്തിന് മേലായി ഇപ്പോൾ ഇതിൻ്റെ ഇത് ആരംഭിച്ചിട്ട്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. പിന്നെ 2 വർഷം ചെയ്തില്ല. ഒരു വർഷം കോവിഡ് വന്നുകൊണ്ടും പിന്നെ ഒരു വർഷം അമ്മ മരിച്ചുകൊണ്ടും ചെയ്തില്ല. ബാക്കി എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറ് കഴിഞ്ഞില്ല. ജിബിയുടെ വീട്ടിലെ 2ാം നിലയിൽ സ്വന്തമായി ഒരു തിയേറ്ററുമുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ആഗ്രഹമായി തുടങ്ങിയതാണ്. കാൽപന്ത് കളിയോ സിനിമയോ എന്തുമാകട്ടെ, ഇടപ്പള്ളിക്കാർക്കിടയിൽ ജിബിയുടെ തിയേറ്റർ സൂപ്പർ ഹിറ്റാണ്. ന്യൂസ് 18 കൊച്ചി. ക്രിസ്മസിനെ വരവേൽക്കാൻ നാടൊരുങ്ങി. വീടുകളിലൊക്കെ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും. 5 ഏക്കറിൽ ഒരു പുൽക്കൂട് ഗ്രാമം ഒരുക്കിയാലോ? അതെങ്ങനെയിരിക്കും? കാണാം തിരുവനന്തപുരത്തെ തൂങ്ങാമ്പാറ കൊച്ചുത്രേസ്യ പള്ളിയിലെ അടിപൊളി പുൽക്കൂട്. ഓരോ പുൽക്കൂടും രൂപഭംഗി കൊണ്ടും വലുപ്പം കൊണ്ടും വ്യത്യസ്തം. 30 അടി പൊക്കമുള്ള ജോസഫിന്റെയും മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും രൂപങ്ങൾ. ടൈറ്റാനിക്കിലെ ക്രിസ്മസ് അപ്പൂപ്പനും കൗതുകകരം. ഒരു മാസത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് പള്ളിയിൽ പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത്. 500 ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ റാലിയോടെയാണ് ക്രിസ്മസ് ഗ്രാമം കാഴ്ചക്കാർക്കായി തുറന്നത്. പുൽക്കൂട് ഗ്രാമം ഏകദേശം 5 ഏക്കറിൽ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 15ഓളം പുൽക്കൂടുകൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ 30 അടി പൊക്കമുള്ള തിരുക്കുടുംബത്തിന് യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും കന്യക പരിശുദ്ധ മാതാവും അതോടൊപ്പം തന്നെ ഉണ്ണീശയും അടങ്ങുന്ന മനോഹരമായ 30 അടി പൊക്കമുള്ള ഒരു തിരുക്കുടുംബത്തിന്റെ ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 വരെ പള്ളി അങ്കണത്തിൽ ക്രിസ്മസ് ഗ്രാമത്തിന്റെ പ്രദർശനം ഉണ്ടാവും. ന്യൂസ് 18 തിരുവനന്തപുരം. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തൊരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞി കാണികൾക്കായി തുറന്നുകൊടുത്തു. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിക്ക് പുറമെയാണ് മറ്റൊരു കൂറ്റൻ പാപ്പാഞ്ഞി കൂടി ഒരുങ്ങുന്നത്. ഒരേ സമയം 2 പാപ്പാഞ്ഞികൾ കത്തിക്കേണ്ടെന്നും വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തൽക്കാലം മാറ്റേണ്ടതില്ലെന്നാണ് സംഘാടകരുടെ തീരുമാനം. 40 അടി പൊക്കത്തിലാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത്. കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തവണയും പതിവ് പോലെ പരേഡ് ഗ്രൗണ്ടിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ സജ്ജീകരിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷപ്പിറവി ആഘോഷിക്കാനാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സാംസ്കാരിക സംഘടനയുടെ തീരുമാനം. വർണ്ണപ്രഭയോടെ അണിയിച്ചൊരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞിയുടെ അനാച്ഛാദനം KJ മാക്സി MLA നിർവഹിച്ചു. ഒരേ സമയം 2ഇടത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്നും അതിനാൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും മാറ്റാൻ സംഘാടകർ തയ്യാറായിട്ടില്ല. പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്ന് പോലീസ് കർശന നിലപാടെടുത്താൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരേഡ് മൈതാനത്ത് 31-ന് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് സാക്ഷിയാകാൻ ലക്ഷക്കണക്കിന് പേരാണ് എത്താറുള്ളത്. സുരക്ഷയ്ക്കായി 1000ഓളം പോലീസിനെ വിന്യസിക്കാറുമുണ്ട്. ഇത്തവണ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മറ്റൊരു പാപ്പാഞ്ഞിയെ കൂടി കത്തിച്ച് ആഘോഷിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാകുമെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം കോട്ടപ്പടി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമാകുന്നു. 35 അടി നീളവും 25 അടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. കേരളത്തിലെ തന്നെ ഈ വർഷം സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിൽ ഒന്നായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് ഈ ഭീമൻ നക്ഷത്രം കാണാൻ പള്ളിയിലേക്ക് എത്തുന്നത്. കോഴിക്കോട് ഇരിങ്ങലിലെ സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം.
15ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നും 25ഓളം സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ കലാകാരന്മാർ കരവിരുതിൽ തീർക്കുന്ന മഹാ അത്ഭുതങ്ങളാണ് മേളയിൽ ഉള്ളത്. മേള മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 20 മുതൽ 2025 ജനുവരി 6 വരെയാണ് ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ അന്താരാഷ്ട്ര കരകൗശലമേള നടക്കുന്നത്. സർഗാലയ വിപുലീകരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും മലബാറിന്റെ സാംസ്കാരിക പൈതൃകം മുഴുവനായും അനുഭവിക്കാൻ കഴിയുന്ന സങ്കേതമായി സർഗാലയ മാറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സർഗാലയ മുതൽ ബേപ്പൂർ വരെ നീളുന്ന ടൂറിസം സർക്യൂട്ടിന് 95.34 കോടി അനുവദിച്ചത് ടൂറിസം രംഗത്തെ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായെന്നും അദ്ദേഹം പറഞ്ഞു. സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കായി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 95 കോടി 34 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പദ്ധതിക്ക് എല്ലാ നിലയിലും സഹായം ചെയ്തു തന്നാണ്. കേന്ദ്ര സർക്കാരിനോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ കൂടി വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അവാർഡ് ബൾഗേറിയൻ കലാകാരി മഡ്ലീന പ്രട്ടോവ ബോസ്ഹിലാവോ ആമീനും യൂത്ത് ക്രാഫ്റ്റ് പേഴ്സൺ അവാർഡ് ഇറാൻ സ്വദേശി ഫത്തേമെ ആലിപ്പൂർ യൗസഫിനും മന്ത്രി സമ്മാനിച്ചു. 15ഓളം വിദേശ രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധർ വൈവിധ്യമേറിയ വസ്തുക്കളുമായാണ് മേളയ്ക്കെത്തിയിരിക്കുന്നത്. 25ഓളം സംസ്ഥാനങ്ങളിലെ കരകൗശല വൈദഗ്ധ്യം മേളയ്ക്ക് മികവേകും. ന്യൂസ് 18 കോഴിക്കോട്. കദളിവാഴ കൃഷിയിൽ 100 മേനി വിളവെടുത്ത് ഗുരുവായൂർ നഗരസഭ. ജനകീയ ആസൂത്രണം വഴി നടപ്പിലാക്കുന്ന കദളീവനം കൃഷിയുടെ 3ാം ഘട്ടം 33ാം വാർഡിൽ നഗരസഭാതലം വിളവെടുപ്പ് ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 33ാം വാർഡിലെ ജ്വാല കൃഷി കൂട്ടായ്മയാണ് വിജയകരമായി കദളിവാഴ കൃഷിയുടെ പിന്നിൽ. തൊഴിലുറപ്പ് തൊഴിലാളികൾ, അയൽക്കൂട്ടം അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. അതിരപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെറ്റിലപ്പാറ 14ലും വരടക്കയം ഭാഗത്തുമാണ് കാട്ടാന ഇറങ്ങിയത്. 2 ആഴ്ചയിലധികമായി മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. തിരുവനന്തപുരം പാറശാലയിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കളിയിക്കാവിള പനങ്കാല സ്വദേശി വിജയനാണ് മരിച്ചത്. പാറശാല കാരാളിക്ക് സമീപമായിരുന്നു അപകടം. മൃതദേഹം പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പാറശാലയിൽ ബൈക്കിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഉദയൻകുളങ്ങര സ്വദേശിയായ പാറുക്കുട്ടിയമ്മയാണ് മരിച്ചത്. പരശുവയ്ക്കൽ ജംഗ്ഷന് സമീപം വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അമരവിള ഭാഗത്തു നിന്നും പാറശാലയിലേക്ക് വരികയായിരുന്ന ബൈക്ക് വയോധികയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഇരുപത്തിയേഴാമത് ദേശീയ സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ തുടക്കമായി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് മത്സരം. 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളിക്കാരും ഒഫീഷ്യൽസും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. 6 കോർട്ടുകളിലാണ് ഒരേ സമയം മത്സരങ്ങൾ നടക്കുന്നത്. 26-ന് രാവിലെ ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. തങ്കയങ്കി ഘോഷയാത്രയുടെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുന്നതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നാളെ രാവിലെ 11-ന് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഘോഷയാത്രയോടനുബന്ധിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം 5 മണിക്ക് നട തുറക്കും. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഭക്തർക്ക് ദർശനം അനുവദിക്കുക. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070 രൂപ, പവൻ 56,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5860 രൂപ, പവന് 46,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽ എത്തും. നമസ്കാരം.